ഓം ശാന്തി. ഈശ്വരന് ഒരു കത്തെഴുതാൻ കഴിയുമെങ്കിൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ ഈശ്വരനോട് നേരിട്ട് പറയാൻ കഴിയുമെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയോ ഈശ്വരനും നമ്മളും തമ്മിൽ എന്തുമാത്രം അകലമുണ്ട് എന്ന്? ഒരൊറ്റ സങ്കല്പത്തിൻ്റെ ദൂരം. മനസ്സുകൊണ്ട് എൻ്റെ ഈശ്വര എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ, അത് നിങ്ങൾ അല്ലാന്ന് വിളിച്ചാലും, എൻ്റെ ഈശോ എന്ന് വിളിച്ചാലും, എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചാലും, എൻ്റെ ഭഗവാനേ എന്ന് വിളിച്ചാലും, എൻ്റെ ഈശ്വര എന്ന് വിളിച്ചാലും, പേര് നിങ്ങൾ ഏത് വിളിച്ചാലും, ആ പരമമായ ശക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ആ ഈശ്വരൻ്റെ മക്കളാണ്. മനസ്സുകൊണ്ട് എൻ്റെ ഭഗവാനേ എന്ന് സങ്കല്പിക്കുമ്പോൾ അതിൻ്റെ ആഴത്തിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തോടു കൂടിയിട്ടാണ് ആ ഒരു ശബ്ദം പുറത്തു വരുന്നതെങ്കിൽ, ആ ഹൃദയത്തിൽ നിന്നുള്ള വൈബ്രേഷൻ പൂർണ്ണമായിട്ട് എനർജറ്റിക് ആയിട്ട് വരികയാണെങ്കിൽ ഈശ്വരൻ അടുത്ത സെക്കൻഡിൽ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. കേൾക്കുകയും ചെയ്യും, കാണുകയും ചെയ്യും. ഭാഗവതത്തിൽ ഗോപികമാർ കൃഷ്ണനെ ഓർമ്മിക്കുന്ന സമയം, കൃഷ്ണൻ ഗോപികമാരെ ഓർക്കുന്ന സമയം, അങ്ങനെ നിരവധി പുരാണങ്ങളിലും നിരവധി കഥകളിലും ഒക്കെ തന്നെ ധർമ്മഗ്രന്ഥങ്ങളിലും ഇത്തരത്തിൽ ഭഗവാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നൊരു പ്രാക്ടീസാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എല്ലാ ദിവസവും രാത്രിയിൽ ഞാൻ ഈശ്വരന് കത്തെഴുതാറുണ്ട്. ഈശ്വരൻ്റെ വിലാസം ഏതെന്നറിയോ നിങ്ങൾക്ക്? പരമാത്മാവിന് സ്നേഹം എന്നതായിരിക്കുന്ന ഒരു ചരട് കൊണ്ട് കെട്ടാവുന്നതേ ഉള്ളൂ. ഈശ്വരൻ്റെ ഡയൽ നമ്പറാണ് 000. എന്നുവെച്ചാൽ എന്താ അർത്ഥം എന്നറിയോ? ഞാൻ ഇതൊന്നുമല്ല, ഈ റോളുകളൊക്കെ അഭിനയിക്കുന്ന ഞാൻ, ഇതിനൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ശക്തിയാണ് എൻ്റെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി, അഥവാ ഞാൻ ആത്മാവാണെന്നുള്ളതായിട്ടുള്ള കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്യുക. ഈ ഇൻസ്ട്രുമെൻറ്റിനെ ബെസ്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ഞാൻ എടുത്ത് പറയുകയാണ്, സോൾ കോൺഷ്യസ് എന്നതിൻ്റെ അർത്ഥം നമുക്ക് കിട്ടിയതായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിനെ ഡിസ്റെസ്പെക്റ്റ് ആക്കുന്നതോ അല്ലെങ്കിൽ ഇതിനെ സൂക്ഷിക്കാതിരിക്കുന്നതോ നോക്കുന്നതോ അല്ല. ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്ത് പ്രവർത്തിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇതിനെ ഹെൽത്തിയായും സൂക്ഷിച്ചുകൊണ്ട് വേണ്ടതായിട്ടുള്ള രീതി വ്യായാമം ഒക്കെ ചെയ്യണം. കാരണം സോൾ കോൺഷ്യസിന് തന്നെ മറ്റൊരർത്ഥം തെറ്റായ മീനിങ്ങിൽ ഇതിനെ എങ്ങനെയോ നശിപ്പിക്കുക എന്നുള്ളതല്ല, ഇതിനെ പ്രോപ്പർ വേയിൽ യൂസ് ചെയ്യേം. അതേസമയം ഇത് യൂസ് ചെയ്യുന്ന ഞാനിതിൽ നിന്ന് ഭിന്നനാണ് എന്ന് കോൺഷ്യസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അതിൻ്റെ പേരാണ് സോൾ കോൺഷ്യസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ ഘടകം ഇതൊന്നും നമ്മളല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, സ്കൂളിൽ പോയിട്ട് സ്റ്റുഡൻറ്റ് പഠിക്കുന്നു, അവിടെ നിന്ന് അത് കഴിഞ്ഞ് വന്ന വിദ്യാർത്ഥികൾ അവിടെ അവസാനിച്ചു. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഒരു പുത്രനോ പുത്രിയോ ആയിട്ട് വരികയാണ്. വളർന്നു കഴിഞ്ഞ ശേഷം കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ അടുത്തെത്തുമ്പോൾ ഭാര്യയാണ്, അച്ഛൻ്റെ അമ്മയുടെ അടുത്തെത്തുന്ന സമയത്ത് മകളാണ്, ഒരു കൂട്ടുകാരുടെ സമയത്ത് കൂട്ടുകാരാണ്. ഡിഫറെൻറ്റ് റോൾസ് എല്ലാം അഭിനയിക്കുന്ന ഞാൻ ഇതിനൊക്കെ ഡിഫറൻ്റ് ആണെന്നൊരു ഫീലിംഗ്. ഇതെല്ലാം ഞാൻ അഭിനയിക്കുന്ന റോളുകളാണ്, ഞാനിതല്ല എന്നുള്ള ബോധം, അതിനെയാണ് ആത്മബോധം എന്ന് പറയുന്നത്. അത് ഞാൻ ഇതൊക്കെ അഭിനയിക്കുകയാണെന്നുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്യുക. ആദ്യത്തെ 0. രണ്ടാമത്തെ 0, എന്ത് നടന്നോ അതൊക്കെ കഴിഞ്ഞു പോയത് കഴിഞ്ഞതാണ്. അതുകൊണ്ടൊരു വലിയ ഫുൾ സ്റ്റോപ്പ് ഇടുക. ഫുൾ സ്റ്റോപ്പ് ഇട്ടു, അവിടെ അവസാനിപ്പിച്ചു. രണ്ടാമത്തെ 0. മൂന്നാമത്തെ 0, ആ പരമചൈതന്യമായിരിക്കുന്ന ഭഗവാനെ മനസ്സിലേക്ക് ആവാഹിക്കുക. 3 0 ഇട്ട ഈശ്വരൻ്റെ ഡയലിംഗ് ഓവർ. അത് കഴിഞ്ഞ ശേഷം സംസാരിക്കാനുള്ളതായിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ പേപ്പറിനുള്ളിൽ എന്തുകൊണ്ടാണ് ഞാൻ പേപ്പറിൽ എഴുതാൻ പറയണമെന്ന് വെച്ചാൽ, നമ്മൾ ഓർമ്മിക്കാനിരുന്നാൽ ഈശ്വരനോട് സംസാരിക്കാന്നുപരിയായിക്കൊണ്ട് ആ കാര്യങ്ങളിൽ മനുഷ്യൻ നമുക്കൊരു വിഷ്വലൈസേഷൻ ഉണ്ടാവുമല്ലോ. വിഷമോ സന്തോഷമോ എന്ത് നടന്നാലും മനസ്സിനുള്ള ആ ചിത്രം പൂർണ്ണമായിട്ടുണ്ടാവും. അത് ഓർക്കാൻ തുടങ്ങിയാൽ അതിലേക്ക് മുഴുകി അങ്ങനെ പോവുകയുള്ളൂ. ഒരുപാട് ടൈം വേസ്റ്റ് ആവും. അതില്ലാതിരിക്കാനാണ് പറയുന്നത് പേപ്പറും പെന്നും എടുത്തുകൊണ്ട് അന്നത്തെ നിങ്ങളുടെ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ നല്ലത്. എപ്പോഴും സങ്കടം വരുമ്പോൾ മാത്രം പറയാനുള്ള ആളൊന്നുമല്ല കേട്ടോ ഈശ്വരൻ. നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം ഒരു കൂട്ടുകാരനെ പോലെ, ഒരു നല്ല അച്ഛനെ പോലെ, നല്ല അമ്മയെപ്പോലെ എല്ലാം കേൾക്കാനും അറിയാനും നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന നമ്മുടെ ഏറ്റവും നല്ല മിത്രമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് രാത്രിയിൽ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് എഴുതുക. ഇനി മനസ്സിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടെങ്കിൽ അത്, സങ്കടം ഉണ്ടെങ്കിൽ അത്, സന്തോഷമാണെങ്കിൽ അത്, ആരോടെങ്കിലും കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് എല്ലാതും എഴുതിക്കോളൂ. ഒരു കുഴപ്പമില്ല. കാരണം എന്താ അറിയോ, ഇത് വായിച്ചിട്ട് ആരും നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി പാര പണിയാൻ പോകുന്നില്ല, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വിധത്തിൽ ആക്ഷൻ എടുക്കാത്ത ദ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈശ്വരൻ. അതുകൊണ്ട് ആ എല്ലാ കാര്യവും എഴുതുക. ഇനി അഥവാ ആ കത്തെടുത്ത് വായിച്ച ആരെങ്കിലും നിങ്ങൾക്ക് പാര പണിയുന്നുണ്ടെങ്കിലോ, ഒരു കാര്യം ചെയ്തോളൂ, കത്തെഴുതി കഴിഞ്ഞ ശേഷം അതിനെ മടക്കി പോസ്റ്റ് ചെയ്യുകയാണെന്നുള്ള സങ്കല്പത്തിൽ നിങ്ങളുടെ തലേണയുടെ അടിയിലോ ബെഡിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ആരെടുക്കാത്ത സ്ഥലത്ത് വയ്ക്കുക. രാവിലെ ഉണരുമ്പോൾ കീറി മുറിച്ച് കളഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത്തരത്തിൽ കത്തെഴുതി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂ, മനസ്സ് ശരിക്കും ഒരു വെയ്റ്റ്ലെസ് ആയിട്ട് മാറും. എന്തോ ഒരു സുഖം നമ്മൾ അനുഭവിക്കും. എല്ലാ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഈശ്വരൻ്റെ അടുത്ത്. നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട
ഈ കാര്യം ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ തലനടിയിൽ വെച്ചാൽ ഈശ്വരൻ വായിക്കുമെന്ന് നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോൾ മുതൽ എൻ്റെ ഭഗവാനെ, എൻ്റെ ഈശ്വര, അല്ലെങ്കിൽ എൻ്റെ അല്ലാ, എന്ത് നിങ്ങൾ വിളിച്ചോ, ആ വിളിച്ച് നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോണ്ടല്ലോ അടുത്ത സെക്കൻഡിൽ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. നിങ്ങൾ എഴുതുന്ന ഓരോ വരികൾക്കൊപ്പവും വായിച്ചുകൊണ്ട് ആ വരികളെല്ലാം ഭഗവാൻ കണ്ടു കഴിഞ്ഞു, കേട്ട് കഴിഞ്ഞു. നിങ്ങൾക്കുള്ള പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങളുടെ അടുത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആ കത്തെഴുതി മനസ്സിനെ വെയ്റ്റ്ലെസ് ആക്കിക്കൊണ്ട് രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ ഭാരം ഒഴിവാക്കുക എന്നുള്ളത് എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്ന പ്രക്രിയയാണ്. നിങ്ങൾ എഴുതി നോക്കൂ, മനസ്സ് ഭാരമില്ലാണ്ടാവും. എന്തൊരു സുഖമായിരിക്കുന്നറിയോ. ഗൈഡൻസ് എവിടുന്നാണ് വരുന്നതെന്നറിയില്ല. നമ്മളും ആ പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സുഖം ഏത് വ്യക്തിയിലൂടെ ഏത് കാര്യം എവിടെ നിന്ന് വേണോ ആ കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വന്നു ചേർന്ന് നിങ്ങൾക്ക് അനുഭവിക്കാനാവും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ചെയ്ത് നോക്കണം. 1 or 2 തവണ അതിൻ്റെ അനുഭവം കിട്ടുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, ശരിയാ, ഞാൻ പറയുന്നതൊക്കെ ഈശ്വരൻ കേൾക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ ജീവിതത്തിൽ ഇനി ജീവിക്കാൻ നമുക്ക് എന്താ വേണ്ടേ? ആരുടെ കൂടെയാണോ ഈശ്വരൻ സദാ ഉള്ളത് അവർക്ക് ഈ ഭൂമിയിൽ ആനന്ദവും പരമാനന്ദവുമാണ്. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു ആനന്ദവും പരമാനന്ദവുമായി സന്തോഷമായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഓം ശാന്തി.